മലയാളത്തിലെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ ലോഞ്ച് എപ്പിസോഡും ഫൈനൽ റൗണ്ട് ഓഡീഷനും ഇന്ന് ഏഷ്യാനെറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു. 2025 മാർച്ച് 29 സംപ്രേഷണം ചെയ്ത ആദ്യ ഫൈനൽ ഓഡീഷന്റെ എപ്പിസോഡിൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കാം. ഈ വർഷം പുതിയ രീതി അനുസരിച്ച് മത്സരാർത്ഥികൾ പാടുന്നത് ഇരുൾ നിറഞ്ഞ സ്റ്റേജിൽ നിന്നായിരിക്കും. മത്സരാർത്ഥികൾ മുന്നോട്ട് പോകാൻ എലിജിബിൾ ആണെങ്കിൽ മഹാഗുരുവായ KS ചിത്ര ലിവർ അമർത്തി അവർക്കു നേരെയുള്ള വെളിച്ചം പ്രകാശിപ്പിക്കും. അതിനുശേഷം ഓരോ സ്കൂളിന്റെയും ഓണർമാർക്ക് കോൺവെന്റ് സ്കൂളിനും ഗുരുകുലം സ്കൂളിനും ഒന്നുകിൽ അവരെ വെയിറ്റ് ലിസ്റ്റിലാക്കാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ സാധിക്കും. ആദ്യ എപ്പിസോഡിൽ നടന്ന സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്ത ഗായകരിൽ സെലക്ഷനായി ഏതെങ്കിലും ഒരു സ്കൂളിന്റെ ഭാഗമായവർ താഴെ പറയുന്നവരാണ്. ആദ്യത്തെ സെലക്ഷൻ നടത്തിയത് സിതാരയുടെ ഗുരുകുലം സ്കൂളായിരുന്നു. ദീപു M എന്ന ഗായകനെ ഗുരുകുലത്തിലേക്ക് സെലക്ട് ചെയ്തു. 35 വയസ്സുള്ള ദീപു തിരുവനന്തപുരത്തെ ഒരു മ്യൂസിക് ടീച്ചറാണ്. അടുത്ത സെലക്ഷൻ നടത്തിയത് കോൺവെന്റ് സ്കൂളായിരുന്നു. 19 വയസ്സുള്ള തീർത്ഥ സത്യൻ എന്ന മലപ്പുറം കോട്ടയ്ക്കൽക്കാരിയെ വിധു പ്രതാപ് തന്റെ കോൺവെന്റ് സ്കൂളിലേക്ക് സെലക്ട് ചെയ്തു. പിന്നീട് നടന്ന ഒരു സെലക്ഷൻ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സെലക്ഷനാണ്. വിധുരാജ് എന്ന 24 വയസ്സുകാരൻ കോട്ടയം പനച്ചിക്കാടുകാരനാണ് അടുത്തതായി സെലക്ട് ചെയ്യപ്പെട്ടത്. ഈ സെലക്ഷന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ സെലക്ഷൻ വിധു പ്രതാപിന്റെ കോൺവെന്റ് സ്കൂളിലാണ് ലഭിച്ചത്. എന്നാൽ ഒരേ സമയം തന്നെ ഗുരുകുലം സ്കൂളും കോൺവെന്റ് സ്കൂളും ബസർ അമർത്തിയിരുന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് കോൺവെന്റ് സ്കൂളിന് വിധുരാജിനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് ഗുരുകുലം സ്കൂൾ സെലക്ട് ചെയ്തത് 18 വയസ്സുകാരിയായ ശിവപ്രിയ സുരേഷ് എന്ന കണ്ണൂർ പറശ്ശിനിക്കടവുകാരിയെയാണ്. 5ാമതായി സെലക്ട് ചെയ്യപ്പെട്ടത് കോൺവെന്റ് സ്കൂളിലേക്ക് തിരുവല്ല പത്തനംതിട്ട സ്വദേശി റോബിൻ റോയ് എന്ന 23-കാരനെയാണ്. അടുത്തതായി ഗുരുകുലം സെലക്ട് ചെയ്തത് 22 വയസ്സുകാരിയായ പാലക്കാടുകാരി ഗായത്രി മേനോനെ. ആദ്യ എപ്പിസോഡിൽ അവസാനമായി സെലക്ട് ചെയ്യപ്പെട്ടത് ഗുരുകുലം സ്കൂളിനു വേണ്ടി തൃശൂർ കോലാഴിയിൽ നിന്നുള്ള അർജുൻ KC എന്ന 24-കാരൻ. അങ്ങനെ ആകെ 7 സീറ്റുകളിലേക്കാണ് സെലക്ഷൻ ഇതുവരെ നടന്നിട്ടുള്ളത്. ശേഷിച്ച 9 മത്സരാർത്ഥികളെ ഇനിയും സെലക്ട് ചെയ്യാനുണ്ട്. അതേസമയം 1-2 വൈൽഡ് കാർഡ് എൻട്രികളെ കൂടി ഈ റൗണ്ടുകളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ആരൊക്കെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10ലേക്ക് സെലക്ട് ആകുമെന്നത് നാളെ സംപ്രേഷണം ചെയ്യുന്ന 2ാമത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും.